തീർച്ചയായും അവരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ പറയുന്നത് ഉത്രാടപ്പാച്ചിൽ ഇന്നാണെങ്കിലും പാച്ചിൽ തുടങ്ങിയത് ഇന്ന് മാത്രമല്ല. അത് ഒരു 2 ദിവസത്തോളമായിട്ട് തിരക്കുണ്ട്. ഇന്ന് പക്ഷേ ഉത്രാടപ്പാച്ചിലിന്റെ ഒരു തിരക്ക് എന്തായാലും ഓണത്തിന്റെ തൊട്ട് തലേ ദിവസം എന്ന ഒരു തിരക്ക് വലിയ തരത്തിലുണ്ട്, അവർ അനുഭവിക്കുന്നുണ്ട്. ഇത് സാധാരണ ഓണത്തലേന്ന് ഉണ്ടാകുന്നത് രാത്രി അർദ്ധരാത്രി വരെയൊക്കെ ഈ തിരക്ക് ഇതേപോലെ നിലനിൽക്കും. എന്തായാലും ഇന്നിപ്പോ ഈ തിരക്ക് അവര് ആസ്വദിക്കുന്ന എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. നമുക്കറിയാവുന്ന കോഴിക്കോട്ടുകാരുടെ ഒരു ഓണം എന്ന് പറയുന്നത് അതിന് ഒരു തരത്തിലുള്ള ഒരു വൈജാത്യങ്ങളും ഇല്ല. എല്ലാ വൈജാത്യങ്ങളും ഉള്ള എല്ലാ തരത്തിലുള്ള ആളുകളും എല്ലാവരും എല്ലാ പ്രായത്തിലുള്ള ആളുകളും എല്ലാ മതത്തിലും രാഷ്ട്രീയത്തിലും ഒക്കെ പെട്ട ആളുകളും കോഴിക്കോട്ടുകാരുടെ ഓണം എന്ന് പറഞ്ഞാൽ അത് വളരെ സന്തോഷത്തിന്റെ ഓണാണ്. എല്ലാവരും ഒരേ നിലയിൽ ഏറ്റെടുത്ത ഒരു ഓണമാണ്. എന്താണ് സാധനങ്ങളൊക്കെ വാങ്ങിയോ? ഓക്കെ ചേച്ചി എന്താ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞു? ഓക്കെ ശരി. ഏതായാലും ആളുകൾ സാധനങ്ങളൊക്കെ വാങ്ങി അതിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ഉള്ളത്. വലിയ സന്തോഷത്തിൽ തന്നെയാണ് ആളുകൾ എല്ലാവരും ഉള്ളത്. സൈഫു, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വരുന്ന ഈ ആൾക്കൂട്ടത്തെ ശ്രദ്ധിച്ചാൽ തന്നെ അതിൽ ആളുകൾ ഈ ഓണത്തെ എങ്ങനെയാണ് നെഞ്ചേറ്റുന്നത് എന്നത് നമുക്ക് കാണാൻ പറ്റും. കേരളീയരാവുക എന്നതിനപ്പുറത്തേക്ക് മറ്റു വൈജാത്യങ്ങളൊന്നും നമുക്കിവിടെ കാണാനില്ല. എന്തായാലും വലിയ സന്തോഷത്തിലാണ് ആളുകൾ എല്ലാവരും തന്നെ ഉള്ളത്. അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ജാതി മത വ്യത്യാസങ്ങളൊന്നുമില്ല. എന്താ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞു? ആകെ ക്ഷീണിച്ചിട്ടാണല്ലോ വരുന്നത്. എപ്പോ തുടങ്ങിയതാ? കുറച്ചു നേരമായി. ഡ്രസ്സൊക്കെ എടുത്തോ? എന്തെടുത്ത്? വെറുതെ കള്ളം പറയണ്ട. അമ്മയെ പേടിച്ചു സാധനങ്ങളൊക്കെ എടുത്ത് എന്താ ഇപ്പൊ വീട്ടിൽ പോവാണോ? അതെ. എവിടെ? ഗോവിന്ദപുരം. അവിടുന്നൊക്കെ ഗോവിന്ദപുരം. ഓക്കെ. എന്തായാലും ഗോവിന്ദപുരത്തുനിന്നും പല സ്ഥലത്തുനിന്നും കോഴിക്കോടുകാരെ സംബന്ധിച്ചിടത്തോളം മിഠായി തെരുവില്ലാതെ എന്ത് ഓണം എന്ന രീതിയിലാണ് പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ എത്തുന്നുണ്ട്. ചേട്ടാ, എന്താ കുറെ നേരമായിട്ട് ഞാൻ ഇങ്ങനെ കാണുക, കൈ കെട്ടി ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വടകര പയ്യോളി സാധനങ്ങൾ എടുക്കുക. ഭാര്യയും കുട്ടികളകത്ത് പോയിട്ടുണ്ട്. മിഠായി തെരുവിൽ തിരക്ക് കാണാൻ വേണ്ടി വന്നതാണ്. മിഠായി തെരുവിലെ തിരക്ക് കാണുക എന്നുള്ളതും വലിയൊരു ആശ്വാസം. പിന്നെ അങ്ങനെ വന്നതാണ് കേട്ടോ. എന്തായാലും മിഠായി തെരുവില് മോളെ എന്താണ് സാധനങ്ങളൊക്കെ എടുത്തോ? എടുത്തോണ്ടിരിക്കുക. എടുക്കാൻ പോവാ. ഡ്രസ് എടുത്തോ? ഇന്ന് എന്താ എടുക്കുന്നത്? ഡ്രസ് വീട്ടിൽ നിന്നുള്ള പാന്റ് ഷർട്ടൊക്കെ ആയിട്ട്. ആയിക്കോട്ടെ. നീ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഫിഫ്തിലെത്തി. എന്തായാലും കുട്ടികളെല്ലാവരും ഡ്രസ്സ് എടുക്കാൻ അവളിങ്ങനെ അവരെ മാതാപിതാക്കൾ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അവര് എടുക്കാൻ നിൽക്കുകയാണ് എന്നാണ് പറഞ്ഞത്. എന്തായാലും വലിയ സന്തോഷത്തിലാണ് ആളുകളെല്ലാവരും തന്നെ ഉള്ളത്. സാധനങ്ങളൊക്കെ അവര് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ചേട്ടാ, എവിടുന്ന് വരുന്നേ? ഓക്കെ. എന്തായാലും മിഠായി തെരുവിൽ ഇപ്പോഴും നമ്മൾ തുടങ്ങിയത് മുതൽ ആളുകളുടെ ഇങ്ങനെ ഒഴുക്ക. സൈഫ്, നമ്മള് ഒരു നദി ഇങ്ങനെ ഒഴുകുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു പുഴയിൽ നിന്ന് 2 തവണ കുളിക്കാൻ കഴിയാറില്ല എന്ന് പറയാറുണ്ട്. അതായത് വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. നമ്മൾ ആരെയും ഒരു തവണ കണ്ട ആളുകളെല്ലാം കാണുന്നു. ഈ ആളുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ വലിയ ജനസഞ്ചയം ഇന്ന് രാവിലെ മുതൽ മിഠായി തെരുവിൽ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നുണ്ട് എന്നത് തന്നെയാണ്. എന്തായാലും മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു കാര്യം അനീസ് പറഞ്ഞത് സമ്മതിക്കുന്നു. നമ്മളിപ്പോൾ പ്രധാനപ്പെട്ട 3 നഗരങ്ങളാണ് ഉത്തടപ്പാച്ചിലിന്റെ വിശേഷങ്ങൾ ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി പോയത്. 1 ചാല മാർക്കറ്റ്, 2 ബ്രോഡ്വേ, 3 മിഠായി തെരുവിൽ. ഇത്